നമസ്കാരം. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈയിടെ ദുബൈയിൽ നടത്തിയ ഒരു കണക്കെടുപ്പിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസികളിൽ പോലും നിയമലംഘന കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണ്ടെത്തുകയുണ്ടായി. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പണമെടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരുടെ പേരുകൾ ഇന്റർപോൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതുവരെയുള്ള നടപടികളിലേക്ക് നിയമം നീങ്ങിക്കഴിഞ്ഞതായാണ് വാർത്ത. പ്രിയപ്പെട്ട പ്രവാസികളോട് പറയാനുള്ളത് ഇതുമാത്രമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ തികഞ്ഞ അച്ചടക്കം പാലിക്കുക. നിയമത്തിന്റെ വഴിയിലേക്ക് പോകുന്നതിന് മുൻപ് കരുതലോടെയിരിക്കുക. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തുടർ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് പോകുന്ന ആൻഡ്രോയ്ക്ക് അസീർ പ്രവാസി സംഘം ടിക്കറ്റ് നൽകി. ഖമീസിൽ പ്ലംബിംഗ് ജോലി ചെയ്തിരുന്ന ചാലക്കുടി സ്വദേശി ആൻഡ്രോ കഴുത്തുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അസീർ പ്രവാസി സംഘം ഖമീസ് ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി ഷൗക്കത്ത് അലി ആലത്തൂർ ടിക്കറ്റ് കൈമാറി. ഷാജി തിരുവനന്തപുരം, അഹമ്മദ് സുബേർ, അശോകൻ മാഹി, പ്രതീഷ്, മൻസൂർ പന്തളം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 44ാമത് ദേശീയ ദിനാഘോഷത്തോടും റാസൽ ഖൈമ കേരള സമാജത്തിന്റെ 40ാമത് വാർഷികത്തോടുമനുബന്ധിച്ച് അന്തർദേശീയ പ്രവാസി ദിനമായ ഡിസംബർ 18-ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് റാസൽ ഖൈമ കേരള സമാജം ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ ക്യാമ്പിൽ സൗജന്യ ചികിത്സയും മരുന്ന് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. റാസൽ ഖൈമ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, മിനിസ്ട്രി ഓഫ് ലേബർ എന്നീ ഗവൺമെന്റ് സ്ഥാപനങ്ങളോടൊപ്പം സിക്രത്ത് ഹോസ്പിറ്റൽ, സൈഫ് ഹോസ്പിറ്റൽ, ഷിഫ അൽ ജസീറ, അൽഹനാൻ മെഡിക്കൽ സെന്റർ, അൽദനം ഒപ്റ്റിക്കൽസ് എന്നീ സ്ഥാപനങ്ങൾ ക്യാമ്പുമായി സഹകരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നാസർ അൽദാന 050-277-1559, അഷ്റഫ് മാളിയക്കൽ 050-530-3324. തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന ഗ്ലോബൽ ഫോറം ഫോർ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റിൽ വരുന്ന 15 വർഷത്തേക്കുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അജണ്ടയിൽ മൈഗ്രേഷൻ ഉൾപ്പെട്ടതിനെക്കുറിച്ചുള്ള സജീവ ചർച്ചകൾ ഉണ്ടായിരുന്നു. സിറിയയിൽ നിന്നും മുൻപ് ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെയുള്ള അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിനെ പിടിച്ചുകുലുക്കിയതിന്റെ പ്രത്യാഘാതങ്ങൾ GFMD വേദികളിൽ വിഷയമായി. ഗ്ലോബൽ ഫോറത്തിന്റെ വേദികളിൽ മുഴങ്ങിക്കേട്ട ചില വർത്തമാനങ്ങളാണ് ഇനി. സിറിയയിൽ നിന്നും തുർക്കിയിലേക്കുള്ള യാത്രയിൽ ജീവിതം പൊലിഞ്ഞ ഐലാൻ ഖുർദിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചായിരുന്നു GFMDക്ക് തുടക്കമായത്. I have a dream for my country before I leave, but I just leave my country to save my life. This is the year that marks the 25th year of the adoption of the UN Convention. It's a very long name, on the rights of all migrant workers and members of their families. Today, only 48 out of 197 member states of the UN are parties to the convention, and additional 80 member states have signed on to it. The vast majority, including major states of employment of migrant workers, have not done any action in it. And you mark 2015 also. For this purpose is the Step Up campaign for the ratification of the convention. I've been working with the civil society for the last 20 years in the field of migration. And I've seen how the civil society has led the states into the stage where we are right now.
state was much behind. And I think states still behind civil society in leading some of the sustainable development goals, and in particular migration and the climate change. And that's where the focus is. And that's why I have made an effort to be with them here. So my proposal is, can we make the demand to ratify the Migrant Workers Convention the first demand tomorrow that we see that we present to the common space? And secondly, all of us made GFMD, CSD, we have come together to the Step It Up campaign, saying that we want to have more ratifications of the Migrant Workers Convention. So tomorrow when we face the government, can we actually stand up when our speaker comes on stage and say, ratify, ratify, ratify. We knew that thousands were dying every year. But a photograph, dreadful in its implications, brought about a realization around the world, which apparently was absent throughout a prolonged period because of an absence of leadership. And there's no denying that that's the case. And one wonders whether a week after the photograph, that absence of leadership is demonstrable by the recurrence of the toxic, xenophobic, and often racist reaction in countries of destination to people who are desperate to escape the most dreadful circumstances. What should we say to government tomorrow? And we've had a very brilliant report from the rapporteurs, so the details we all know about it. So I'm beginning to think that it is less the practicals, but more the strategy of the things that would sort of make a difference, as it were. പ്രവാസ വിഷയങ്ങളുടെ ഈ അന്താരാഷ്ട്ര മാമാങ്കത്തിൽ പങ്കാളികളാവാൻ പ്രവാസ ലോകം പ്രവർത്തകർക്കും സാധിച്ചു. മസ്കറ്റ് പ്രതിനിധി PM ജാബറും കുവൈറ്റ് പ്രതിനിധി തോമസ് മാത്യു കടവിലും സംവിധായകൻ റഫീഖ് റാവുത്തറും തങ്ങളുടെ GFMD അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 8ാമത് ഗ്ലോബൽ ഫോറം ഓൺ മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇസ്താംബുളിൽ നടക്കുന്ന മീറ്റിങ്ങിൽ പ്രവാസ ലോകത്തിൻ്റെ മസ്കറ്റിൽ നിന്നുള്ള PM ജാബറും കുവൈറ്റിൽ നിന്നുള്ള തോമസ് മാത്യുവും മൈഗ്രൻ്റ് ഫോറം ഏഷ്യയുടെ ടീമിനോടൊപ്പം ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചവരാണ്. അവർ രണ്ടുപേരും നമ്മോടൊപ്പം ഉണ്ട്. പുതിയ മാറി വന്ന സാഹചര്യത്തിൽ ഗൾഫിൽ നടക്കുന്ന കഫാല സിസ്റ്റത്തിനെതിരെയും റിക്രൂട്ട്മെൻറ്റ് റിഫോംസിനൊക്കെ വേണ്ടി മൈഗ്രൻ്റ് ഫോറം ഏഷ്യ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നണി പ്രവർത്തകരായിട്ട് പ്രവർത്തിക്കാൻ പ്രവാസ ലോകത്തിൻ്റെ ഈ രണ്ട് സഖാക്കളുമുണ്ട്. നമുക്ക് ജാബിറിനോട് ഗ്ലോബൽ ഫോറത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ചോദിക്കാം. 2030 വികസനത്തിൽ UN കുടിയേറ്റം കൂടെ ഉൾപ്പെടുത്തിയതിൻ്റെ സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ഗ്ലോബൽ ഫോറം ഇസ്താംബുളിൽ വെച്ച് നടക്കുന്നത്. മാത്രമല്ല, അഭയാർത്ഥി പ്രവാഹം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹം, പ്രത്യേകിച്ച് നടക്കുന്ന മേഖലയിൽ അഭയാർത്ഥി പ്രവാഹം കൂടെ നടക്കുമ്പോഴാണ് ഈ ഒരു ഇത് GFMDയുടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. തുർക്കി പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് അഭയാർത്ഥി പ്രവാഹം കുറക്കുന്നതിന് വേണ്ടി, തീവ്രവാദം കുറക്കുന്നതിന് വേണ്ടി മുഴുവൻ ജനസമൂഹവും മുഴുവൻ രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ ഒരു പ്രതിനിധിയെ പോലും കണ്ടില്ല. കഴിഞ്ഞ 8 GFMDയിൽ ഒരു സമയത്ത് ഒരു തവണ മാത്രമേ ഇന്ത്യയുടെ പ്രതിനിധി ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ കുടിയേറ്റ തൊഴിലാളികളെ അയക്കുന്ന രാജ്യമെന്ന രീതിയിൽ കുടിയേറ്റ തൊഴിലാളികളെ സംബന്ധിച്ചിട്ടുള്ള UN പ്രമേയം അംഗീകരിക്കാൻ ഇതുവരെയും ഇന്ത്യ തയ്യാറായിട്ടില്ല. അതിന് ഇന്ത്യ തയ്യാറാവണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. 2, ഗൾഫിൽ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നതിനുള്ള പ്രധാന കാരണം
ഈ കഫാല സിസ്റ്റമാണ്, സ്പോൺസർഷിപ്പ് സിസ്റ്റമാണ്. അത്തരം സ്പോൺസർഷിപ്പ് സിസ്റ്റം അവസാനിപ്പിക്കാൻ വേണ്ടി GFMD പോലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഞങ്ങളിവിടെ ആവശ്യപ്പെടുകയുണ്ടായി. അതിന് വലിയൊരു സ്വീകാര്യതയാണ് ഈ പ്രതിനിധികളുടെ ഇടയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഭാവിയിൽ അതില്ലാതാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. തോമസ് ചേട്ടാ, കുവൈറ്റിൽ നിന്നടക്കം റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാവാൻ പ്രവാസ ലോകത്തിന്റെ പിന്നണി പ്രവർത്തനം എന്ന നിലയിൽ താങ്കൾക്ക് സാധിച്ചു. GFMDയുടെ പുതിയ അജണ്ടയിൽ തന്നെ കഴിഞ്ഞ വർഷം തുടങ്ങിയ അജണ്ടയിൽ തൊട്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. പ്രവാസി അവൻ്റെ ആദ്യത്തെ പ്രശ്നം പ്രവാസിയുടെ ആദ്യത്തെ പ്രശ്നം തുടങ്ങി വെക്കുന്ന അവൻ്റെ റിക്രൂട്ടിംഗ് ഇതിൽ കൂടിയാണെന്നൊക്കെയുള്ള വസ്തുതകൾ ഉണ്ടായല്ലോ. പൊതുവെ GFMDയുടെ സൈഡ് ഇവൻറ്റുകളിൽ മുഴുവൻ പങ്കെടുക്കാൻ സാധിച്ച ഒരാളെന്ന നിലയ്ക്ക് എങ്ങനെയാണ് GFMD ഇപ്പോൾ വിലയിരുത്തുന്നത്? ഈ GFMD സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നെങ്കിൽ ഇതൊരു വലിയ അനുഭവം മാത്രമല്ല, ഇവിടെ വന്ന ശേഷമാണ് നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് എങ്ങനെ വിഷയങ്ങളെ അവതരിപ്പിക്കാം, പ്രവാസികളുടെ വിഷയം അവതരിപ്പിക്കാമെന്ന് എനിക്ക് മനസ്സിലായത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അവതരിപ്പിച്ച ഒരു വിഷയം നേഴ്സസിൻ്റെ ഭാഗത്തു നിന്നുള്ള നേഴ്സസ് റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവതരിപ്പിച്ചു. അതുപോലെ തന്നെ പ്രവാസികളായിട്ട് പണിയെടുക്കാനായിട്ട് എക്കണോമിക് മൈഗ്രൻസ് ഒരു പൈസ പോലും അവൻ്റെ പോക്കറ്റിൽ നിന്ന് പോകാതെ അവന് ശരിയായ രൂപത്തിൽ മൈഗ്രൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ യോഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വരും കാലങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള മാറ്റം ഈ മേഖലയിൽ ഉണ്ടാവും. ചുരുക്കത്തിൽ സീറോ റിക്രൂട്ട്മെൻറ്റ് ഫീ എന്ന് പറയുന്ന കാര്യം ഇവിടെ നടപ്പാകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഒരു സമ്മേളനത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായും നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ മൈഗ്രൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യം എന്ന രൂപത്തിൽ ഇതുവരെയായിട്ടും 25 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ മൈഗ്രൻസിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് UN അംഗീകരിച്ചിട്ട് അത് ഇതുവരെ റാറ്റിഫൈ ചെയ്യാൻ ഇന്ത്യ കൺവെൻഷൻ ഓൺ മൈഗ്രന്റ് വർക്കേഴ്സ് റൈറ്റ്സ് ഇതൊരു കൺവെൻഷൻ ഓൺ മൈഗ്രൻസ് വർക്കേഴ്സ് റൈറ്റ് റാറ്റിഫൈ ചെയ്യാനായിട്ട് ഇന്ത്യ കഴിഞ്ഞിട്ടില്ല. അത് ഇന്ത്യയിലുള്ള ഏതാണ്ട് 2 കോടിയോളം വരുന്ന മൈഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. എന്ന് മാത്രമല്ല, ഇന്ന് ഈ പറഞ്ഞ GFMDയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുസ്ഥിരമായ വികസനത്തിന് മൈഗ്രേറ്റിൻ്റെ വിഭാഗം കൂടി ഉൾപ്പെട്ടാൽ മാത്രമേ സുസ്ഥിര വികസനം ലോകത്ത് സാധ്യമാകുകയുള്ളൂ എന്ന് കൃത്യമായ രൂപത്തിലുള്ള പ്രഖ്യാപനം കൂടിയാണ് ഈ സമ്മേളനം നടത്തുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ സുസ്ഥിര വികസനത്തിൽ മൈഗ്രേറ്റ്സിൻ്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഈ സമ്മേളനം അടിവരയിട്ട് പറയുന്നു. വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും മൈഗ്രൻസിനെതിരെ നടക്കുന്ന അക്രമങ്ങൾ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നല്ല ഒരു ലോകത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയുള്ള 2030 എന്ന് പറയുന്ന ഗോൾ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഞാൻ കണ്ടത്. പ്രവാസ ലോകം 15 വർഷം പൂർത്തിയാക്കുമ്പോൾ കാണാതാകുന്ന മനുഷ്യരുടെയും മറ്റു പ്രവാസികളുടെയും വേദനകൾ പങ്കുവെക്കുക മാത്രമല്ല, അത് വേറൊരു ലെവലിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനകളാണ് പ്രവാസ ലോകം പ്രതിനിധികൾക്ക് കിട്ടുന്ന ഈ അവസരത്തെ ഞാൻ കാണുന്നത്. പുതിയൊരു ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ച് രാഷ്ട്രീയമായും അന്തർദേശീയപരമായും പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്വക്കസി ലെവലിൽ വലിയ പ്ലാറ്റ്ഫോമുകളിൽ എത്തിക്കാനുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതിൻ്റെ സാക്ഷ്യപത്രമായിട്ട് വേണം ഇത്തവണത്തെ GFMDയിൽ പ്രവാസ ലോകത്തിൻ്റെ 3 പ്രതിനിധികൾ പങ്കെടുക്കുന്നത്. വരും കാലങ്ങളിലുള്ള അന്തർദേശീയ വേദികളിൽ പ്രവാസ ലോകത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുകയും ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ചും ഗൾഫിൽ നിന്നുള്ള പ്രവാസികളുടെ വിഷയങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ അറിയിക്കുന്നു. 1995 ഗീതയെ വിവാഹം ചെയ്ത സത്യകുമാർ 1.5 വർഷങ്ങൾക്ക് മുൻപാണ് സൗദിയിലെ ദമാമിലേക്ക് പോകുന്നത്. 15 വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ബന്ധത്തിൽ പലപ്പോഴും സത്യകുമാറും ഗീതയും തമ്മിൽ പ്രശ്നത്തിലായിരുന്നു. ഈ ബന്ധത്തിലുണ്ടായിരുന്ന കുട്ടികളെയും സത്യകുമാർ വേണ്ടവിധം നോക്കിയിരുന്നില്ല. കുടുംബ കോടതിയിൽ ഗീത നൽകിയ പരാതി നിലവിലിരിക്കെയാണ് സത്യകുമാർ ദമാമിലേക്ക് പോയത്. തനിക്ക് നീതി ലഭിക്കണം എന്നത് മാത്രമാണ് ഗീതയുടെ ആവശ്യം. ഗീതയ്ക്കൊപ്പം ഗീതയുടെ അമ്മയും ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിട്ടുണ്ട്. സത്യകുമാറിനെ കുറിച്ച് നമുക്ക് ഗീതയോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 20 വർഷമായി. 20 വർഷമായി. 95 അല്ലേ? നവംബർ 10. നവംബർ 10 കല്യാണം കഴിഞ്ഞു. എത്ര മക്കളുണ്ട് ഇപ്പോൾ? 2 മക്കള്. മക്കൾ വലുതായ? 18 പഠിക്കുന്ന സാറേ. എവിടെ വെച്ചാ തെറ്റിയത്? വേറൊരു ബന്ധമുണ്ട്. വേറൊരു പെണ്ണും മക്കളുമായിട്ട് ബന്ധത്തിലായി. നമ്മൾ വയനാട് കേസ് പറഞ്ഞു. വേറൊരു പെണ്ണും മക്കളുമായിട്ട് ബന്ധത്തിലായി. ആരാ പെണ്ണ്?
പുങ്കളത്തുള്ള മോളി എന്നാണ് പേര്. മോളി എന്നാണ് പേര്. അപ്പോൾ ഫൈനാൻസിൽ കേസ് കൊടുത്തു. ഒരു കേസ് വന്നപ്പോഴും ചേട്ടൻ പേർഷ്യയിൽ പോയി. പേർഷ്യയിൽ പോയപ്പോൾ 4 വർഷം അവിടെ 4 വർഷം അവിടെ ഇരുന്നിട്ട് വന്നു. എന്നിട്ട് 1 വർഷം നമ്മളോട് എന്നെയും മക്കളെയും താമസിപ്പിച്ച് എന്നെയും മക്കളെയും എപ്പോഴും ഉപദ്രവമൊക്കെ തന്നെ താമസിച്ചിട്ട് ബിയറൊക്കെ വല്ലപ്പോഴും കുടിക്കും. എന്താ ജോലി? ഇവിടെ വെച്ച് ആദ്യം കൂലിക്ക് ചിട്ടിപ്പിരിവായിരുന്നു, ഇൻസ്റ്റാൾമെന്റ് ആയിരുന്നു, കൂലിക്ക് ഇൻസ്റ്റാൾമെന്റ്. എൻ്റെ പിന്നെ ജിമ്മൊക്കെ ഇട്ട് കുടുംബ വസ്തു വിറ്റ് തന്ന 10-15 ഉരുപ്പടിയൊക്കെ തുലച്ചു കളഞ്ഞു. 2-3 ലക്ഷം ചെലവിനും തരയൊന്നുമില്ല. ഇപ്പൊ വന്നുള്ള എന്താ ഉദ്ദേശം? ഇപ്പം ചേട്ടന് ചെലവിന് പൈസ അയച്ചു തരേ എവിടെയുള്ളത്? ചേട്ടന് ദമാദിൽ, സൗദി അറേബ്യയിൽ, സൗദി ദമാദ്. ഇപ്പൊ മറ്റൊരായിട്ട് ബന്ധപ്പെടും ഉണ്ടോ? അവിടെ തന്നെ കാശല്ല അയക്കണം സാറേ. ഞങ്ങൾ കാണണം. ചേട്ടന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുകയൊക്കെ ചെയ്ത അവളെ മക്കളെയും. അതെ, കൊണ്ട് താമസിച്ചു. ഇപ്പം കഴിച്ചോ? എന്താ എങ്ങനെയൊന്നും അറിയാൻ പാടില്ല. പിള്ളേർക്ക് തിന്നാൻ കൊടുക്കണ്ടേ സാറേ? ഞാൻ പോയല്ലോ. ഈ കൊച്ചുങ്ങൾക്ക് പോലും ചെലവിന് കൊടുക്കണം. എന്റെ മുതല് തൊലച്ചിട്ട് ചെലവിനും തന്നില്ല സാറേ. കുടുംബവസ്തു വിറ്റ് തന്ന ഉരുപ്പടിയായിരുന്നു. എന്റെ കണ്ണുകൊണ്ട് കണ്ട അവളെ മോനും അവളും കൂടെ പുതിയ വണ്ടി എടുത്ത് വെങ്ങാൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ പോണ കാരണം ഞാൻ വെങ്ങാൻ്റെ ഇവളെ വീട്ടിൽ മിക്ക ദിവസം ഞാൻ വെങ്ങാൻ്റെ ചന്തയിലാണ് പറഞ്ഞത്. അവളും അവളുടെ മോനും കൂടെ വണ്ടിയിൽ പോകണം ഞങ്ങൾ കാണണം. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് സാറേ. കിടക്കാടൊക്കെ വിറ്റ് പറക്കി തന്നെ സാറേ അവന് ഞാൻ 10 പൈസ രൂപ കൊടുത്ത് വിട്ടത്. 8 സെന്റ് സ്ഥലം പാലപ്പൂര് തിരിച്ചു വരണം, നിങ്ങളെ പൈസ തരണം. തിരിച്ചു വന്ന അവന് വേണ്ടെന്ന് താമസിക്കണം നിങ്ങൾക്ക് ആഗ്രഹമില്ല. കുടുംബമായിട്ട് താമസിച്ചാലും അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താമസിക്കട്ടെ സാറേ. അവൻ എഴുതി എല്ലാം വിളിച്ച് എല്ലായിടവും എഴുതി വേണ്ടെന്നാണ് പറയണത്. എന്നെ മക്കളെയും വേണ്ട, അവളെ മക്കളെ ഇഷ്ടമായി. എന്നാൽ കൊടുത്ത കുടുംബവസ്തു വിറ്റ് കൊടുത്ത ഉരുപ്പടിയുടെ പൈസയാ ചെലവിന് പൈസയൊക്കെ തന്നാൽ മതി. പ്രവാസലോകം പ്രവർത്തകരോടും സത്യകുമാർ എന്ന വ്യക്തിയോടും കൂടിയാണ് ഈ അഭ്യർത്ഥന. നിങ്ങൾ ദമ്മാമിലുണ്ട് എന്ന് പറയുന്നു. ഇപ്പം കേസ് ക്ലിയറായല്ലോ, നിങ്ങൾക്കറിയാവുന്ന കേസായത്. അവർ ചോദിക്കുന്ന അവരുടെ വീട്ടു ചെലവിന് കാശ് കൊടുക്കണം, മക്കളുടെ വിദ്യാഭ്യാസത്തിന് കാശ് കൊടുക്കണം. നിങ്ങൾ അവരുടെ ഉരുപ്പടികൾ വിറ്റ് കാശാക്കി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ വേറെ ഒരു സ്ത്രീയെയും കുട്ടികളെയും നിങ്ങളുടെ ഭാര്യ പോലെ നോക്കുന്നുണ്ടെന്നും അവർ ഒത്തുമിച്ച് താമസിക്കുന്നുണ്ടെന്നും പറയുന്നു. അവരതൊക്കെ പൊറുക്കാൻ തയ്യാറാണ്. നിങ്ങളെ അവരെ ഭാര്യയായി സ്വീകരിക്കുമെങ്കിൽ, കുട്ടികളെ നോക്കാൻ തയ്യാറാകുമെങ്കിൽ അവരെല്ലാം മറക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങളതിന് സാധ്യതയില്ല എന്നാണ് അവർ പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ അവരെ നിയമപരമായിട്ടുള്ള രീതിയിലൂടെ ഒഴിവാക്കി അവർക്ക് ചെലവിന് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുക. ഇതിൽ രണ്ടിലൊന്നാണ് അവരാവശ്യപ്പെടുന്നത്. ഇതിൽ രണ്ടിലൊന്ന് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് സത്യം നിയമത്തിൻ്റെ മുന്നിൽ. ഒന്നുകിൽ നിങ്ങൾ അവരെ ഭാര്യയായി സ്വീകരിക്കുകയും നിങ്ങളെ കൂടെ താമസിക്കുകയും മക്കളെ നോക്കുകയും നിങ്ങൾ ചെയ്യുക. അത് ഏറ്റവും നല്ല വഴി. രണ്ടാമത്തെ വഴി, നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവരായിട്ട് ഒരു കാരണവശാലും പൊരുത്തപ്പെട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ അവർക്ക് ചെലവിന് കൊടുക്കുക, അവരെ നിന്ന് വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുക. ഇതൊരു ന്യായമായ വഴിയാണ്. ഇതാരാ അതിനൊരു തെറ്റു പറയുക? ആരും തെറ്റു പറയില്ല. അപ്പോൾ പ്രവാസലോകം പ്രവർത്തകർ സത്യകുമാറിനെ കണ്ടിട്ട് ബോധിപ്പിക്കേണ്ട പ്രശ്നം ഇതാണ്. അദ്ദേഹം ന്യായമായിട്ട് ചെയ്യേണ്ട കാര്യവും ഇതാണ്. ഇപ്പോൾ ഞങ്ങൾ പ്രവാസലോകം പ്രവർത്തകരോ പ്രേക്ഷകരോ ഒന്നും വന്ന് നിങ്ങളോട് ഇത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ സ്വയം ചെയ്യുകയാണ്, അത് സംശയമില്ല. അപ്പോൾ അത് വന്ന് കാര്യങ്ങൾ നിവൃത്തിയാക്കി ആ പാവങ്ങളെ അവരുടെ വഴിക്ക് വിട്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തുടരുകയും ചെയ്യാം. ഏതെങ്കിലും ഒന്ന് സത്യകുമാർ സ്വീകരിച്ചേ പറ്റുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടാനും പോകുന്നില്ല. ഓൾറെഡി കോടതി വിധിയും മറ്റും മറിച്ചതൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പുലിവാലുകൾ അവസാനിപ്പിച്ച് നിങ്ങളും സമാധാനമായിട്ട് ജീവിക്കുക, ഒരു സമാധാനമായിട്ട് ഏതെങ്കിലും ഒരു ന്യായമായ വഴി നിങ്ങൾ കണ്ടെത്തുക. ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്. പ്രവാസലോകം പ്രവർത്തകർ സത്യകുമാറിനെ കാണുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ കുടുംബം ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ്. എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ വളരെ പാവപ്പെട്ട ഒരു ഇതിലാണ്. അവർ സംസാരിക്കാൻ പോലെ അവരെ മറ്റുള്ള ഒപ്പം വന്ന ആളാണ് സംസാരിക്കുന്നത്. അമ്മ അല്ലേ?
അപ്പോൾ കഴിയുന്നത് വേഗം സത്യകുമാർ നല്ലൊരു വഴി സ്വീകരിക്കുക നല്ലത്. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ഞങ്ങൾ പറയുന്നില്ല. എന്തായാലും ഒരു വഴി തീരുമാനിച്ചേ പറ്റുള്ളൂ. സത്യകുമാറിനെ പ്രവാസലോക പ്രവർത്തകർ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും എന്ന പ്രത്യാശയോടുകൂടി അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴി ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ അവരെ പറഞ്ഞയക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സമാധാനമായിട്ട് ഇരിക്കുക, ഒരു വഴി ഉണ്ടാവും. സത്യകുമാർ നേർവഴിക്ക് വരും കേട്ടാ. ആളെ പേര് തന്നെ സത്യകുമാർ എന്നാണല്ലോ. നിയമവും കോടതിയും അശരണയായ ഗീതയുടെ രക്ഷയ്ക്കെത്തിയപ്പോൾ അതിന് മറുകണ്ഠം ചാടാനാണ് സത്യകുമാർ ശ്രമിച്ചത്. വളർന്നു വരുന്ന മക്കളുടെ ഭാവി ഓർത്തെങ്കിലും ഈ പ്രശ്നം സത്യകുമാർ പരിഹരിക്കണം. സത്യകുമാറിനെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ ദമാമിലുള്ള പ്രവാസലോകം പ്രവർത്തകർ മുൻകൈയെടുക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടിയാണ് ഇന്നത്തെ പ്രവാസലോകം ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.